ഞാൻ ദേ 4 മുട്ട പുഴുങ്ങി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അതല്ലെങ്കിൽ നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി വയ്ക്കാം. അതിന് വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 5-6 പൊറ്റ് വെളുത്തുള്ളി അരിഞ്ഞതിടാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞതുണ്ട്, അതും കൂടി ഇടാം. ഇതൊന്ന് നല്ലപോലെ മൂക്കുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടാം. ഇപ്പോൾ ഇത് മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇടാം. സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇടാം. ഇനി പൊടികളൊക്കെ ഒന്ന് ചൂടായി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിടാം. തക്കാളി ഇടുമ്പോൾ ഒരു ചെറിയ തക്കാളി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഈ തക്കാളി ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്തോട്ടെ കേട്ടോ. ഇതിൽ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അതിൽ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അരമുറി നാളികേരം ചെരുകി പിഴിഞ്ഞെടുത്ത പാലാണിത്. ഇതൊഴിക്കാം. ഇത് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഒരു തള വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഓഫ് ചെയ്യാം. ഇതൊന്ന് വരയാം. വരഞ്ഞിട്ട് അതിലിടാം. ഇങ്ങനെ അല്ലെങ്കിൽ മുറിച്ച് കഷ്ണങ്ങളായിട്ട് ഇട്ടാലും മതി. ഇതിൽ കുറച്ച് മല്ലിയില ഇടാം.